ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വ്ലോഗ് വിത്ത് സന്ധ്യ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഒരു മാംഗോ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇതൊരു ഫയർലെസ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുമല്ലേ, അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ റെസിപ്പി. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് മാംഗോസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാനൊരു 1.5 മാങ്ങ, അതായത് ഒരു മാങ്ങ ഫുള്ളും മറ്റേ മാങ്ങയുടെ ഒരു ഹാഫ് പീസസ് എടുത്തിട്ട് അതിൻ്റെ ഒരു പൾപ്പാണ് ആദ്യം നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ മാംഗോസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല മാംഗോസ് തന്നെ, ഫ്ലേവർഫുൾ ആയിട്ടുള്ള മാംഗോസ് സെലക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആ മാംഗോ ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ഗ്രൈൻഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലോട്ട് 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് പാല്, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ എടുക്കാൻ. അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യേണ്ടതാണ് ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇത് 3 കൂടിയിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മാംഗോ പൾപ്പിലോട്ട് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സ്വീറ്റ്നെസ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്കത് ആ ഒരു അളവ് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റുമല്ലോ, സ്വീറ്റ്നെസ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഈ ഒരു മിക്സ് നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഈ ഒരു മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമ്മൾക്ക് ബ്രെഡ് സ്ലൈസസ് ഈ ഒരു മിക്സ്ചറിൽ മുക്കിയിട്ട് വേണം ഫസ്റ്റ് ലെയർ പുഡിങ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡോ വൈറ്റ് ബ്രെഡോ എന്തായാലും കുഴപ്പമില്ല എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ നടു മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം സൈസ് ട്രേ ആണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഓരോ ബ്രെഡ് സ്ലൈസസും ആ ഒരു മാംഗോ മിൽക്ക് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു 1/2 ബ്രെഡ് ഞാൻ വീണ്ടും ഒരു 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ട്രേയിൽ ചെറിയ ഗ്യാപ്പൊക്കെ വരുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ട്രേ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഓഫ് ബ്രെഡ് അറേഞ്ച് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ആ ഒരു മാംഗോ മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ കുറച്ചുകൂടി ആ ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് മാംഗോ പീസസ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കതൊന്ന് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. ബ്രെഡ് സ്ലൈസസ് മാംഗോ മിൽക്ക് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ലെയർ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത ലെയർ ഓഫ് ബ്രെഡ് കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ ഒരു മാംഗോ മിൽക്ക് മിക്സ്ചർ പോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ് ഒരു ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ്, 1/2 hour to 45 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ്, അതായത് 250 ml അളവിലുള്ള ഒരു കപ്പിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ്നെസ് നമുക്ക് മധുരം കുറച്ച് അധികം വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഒരു ഓവർ സ്വീറ്റ്നെസ്സും അല്ല, എന്നാലും നമ്മളുടെ ആ ഒരു സ്വീറ്റ്നെസ് മീറ്റ് ചെയ്യണമുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ക്രീം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പാറ്റുല വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു മിക്സ്ചർ പുഡിംഗ് ട്രേയിൽ ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 1/2 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഈ ഒരു ഫ്രഷ് ക്രീം ആ ഒരു മിക്സ്ചർ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പ്യൂരി ആക്കിയതാണ് കേട്ടോ. ജസ്റ്റ് മാംഗോസ് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അത് ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, ഒരു ഡിസൈൻ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെറുതെ ആ ഒരു മാംഗോ പൾപ്പ് ഉണ്ടല്ലോ അതിന്മേൽ കൂടി ജസ്റ്റ് ഇങ്ങനെ ഒരു വട്ടം പോലെ ചുറ്റി കൊടുത്താൽ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാൻ പിസ്താഷ്യോസ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുഡിങ്ങിന് ആക്ച്വലി ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ഈ പിസ്താഷ്യോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഞാൻ കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ തരും കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. പ്രത്യേകിച്ച് ഒരു മാംഗോയും പിസ്തയും റോസ് പെറ്റൽസും ഒക്കെ കൂടി ചേരുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ ഒരു ഡിഫറെൻ്റ്, ഒരു യുണീക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ. ആക്ച്വലി ഇതൊരു നോ ഫയർ റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ നിങ്ങൾ ഈ ഒരു റെസിപ്പി കാണിച്ചു കൊടുക്കണം, അവർക്കും ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും ഞാനൊരു ഏകദേശം 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ദിവസം ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് മോർ ബെറ്റർ. അത്രയും ആ ഒരു ബ്രെഡ് സോക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരണമല്ലോ, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം ആ ഒരു പുഡിങ് നല്ലതാണോ എന്ന് അറിയാൻ പറ്റണമെങ്കിൽ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ ബ്രെഡ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മാംഗോ ബ്രെഡ് പുഡിങ്ങിന്. ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വളരെ നമ്മൾ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും. പിന്നെയാണെങ്കിൽ ആ ഒരു ബ്രെഡിൻ്റെ ഇടയിലുള്ള ആ ഒരു മാംഗോ സ്ലൈസസ് ഉണ്ടല്ലോ, അത് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Until then, it's bye from Let's Vlog with Sandhya.